ഇന്ന് നമുക്ക് നല്ല കിടിലൻ ടേസ്റ്റിലൊരു ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വല്ലാതെ വെന്ത് പോവരുത്. ഒരു 85% വേവായാൽ മതി. ഇതിവിടെ പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് നീളത്തിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇതിലേക്കിനി 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ വിനാഗിരി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 മുട്ട. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 1/2 മണിക്കൂറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം. മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ബീഫ് മുങ്ങിക്കിടന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ചൂടായതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുത്താൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വറുത്ത് കോരിയാൽ മതി. രണ്ട് 3 പച്ചമുളക് നെടുക കീറിയതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തെടുക്കാം. ഇനി നമ്മൾ ബീഫ് പൊരിച്ചെടുത്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ചട്ടിയിൽ വെച്ചിട്ട് ബാക്കി മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ കോരി മാറ്റി വെക്കാം. ഇനി ഒരു 5 വറ്റൽമുളക് നെടുകി ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്നവരെ വഴറ്റണം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി തേങ്ങാക്കൊത്തും ചേർത്ത് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് കൊണ്ടാട്ടം റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.